വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ഇക്കഴിഞ്ഞ ദിവസം മുതൽക്ക് സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം അഹോരാത്രം നടത്തുകയാണ്. ഇപ്പോഴിതാ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ദുരന്തഭൂമിയിലെ സൈനികർക്കും രക്ഷാപ്രവർത്തകർക്കും വെള്ളവും ആഹാരവും ഒക്കെ ഹെലികോപ്റ്ററിൽ സൈന്യം എത്തിക്കുന്നു. വയനാട്ടിൽ നിന്നും പുതിയ അപ്ഡേറ്റ്സുകൾ പുറത്തുവരികയാണ്. നിലവിൽ വയനാട്ടിലെ ഈ ദുരന്ത മേഖലയിലെല്ലാം തന്നെ ഇപ്പോൾ മഴ കുറഞ്ഞിരിക്കുന്നു. പിന്നാലെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന മുണ്ടക്കയിലാണ് രക്ഷാപ്രവർത്തനം. ഇവിടെ ഇതൊക്കെ വളരെ ദുഷ്കരമാകുന്നു എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നവർ പറയുന്നത്. പ്രദേശത്ത് നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയാണ്. മാത്രമല്ല, ദൗത്യസംഘം തിരച്ചിൽ നടത്തുമ്പോൾ ഇവർക്ക് കാലെടുത്ത് വെക്കാൻ പോലും ഭയമെന്നാണ് പറയുന്നത്. കാരണം ഒരുപക്ഷെ ചവിട്ടുന്നത് മൃതദേഹത്തിലാകുമോ എന്ന് പോലും ഇവർ സംശയിക്കുന്നു. അത്തരത്തിൽ തകർന്ന കെട്ടിടങ്ങൾ, അവിടെ ചതുപ്പിൽ നിന്നും നിരവധി മൃതദേഹങ്ങൾ ഇവർ കണ്ടെടുക്കുന്നു. മുണ്ടക്കയിലാകട്ടെ ഏകദേശം 500ഓളം വീടുകളാണ് തകർന്നിരിക്കുന്നത്. മാത്രമല്ല, മുണ്ടക്കയിലെ പഞ്ചായത്തിലെ 11ാം വാർഡ് മെമ്പർ കെ ബാബു പറയുന്നത് 30ഓളം വീടുകൾ മാത്രമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ബാക്കിയുള്ളത്. ദുരന്തത്തിന്റെ ആഴം അത്രയും അധികമുണ്ട്. ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കയിലാണ് പ്രധാനമായും ഇപ്പോൾ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച രക്ഷാപ്രവർത്തകർക്ക് സ്ഥലത്തേക്ക് എത്തുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. നിലവിൽ പുഴ കവിഞ്ഞൊഴുകുകയും ഇതിൽ പാലം പോലും തകർന്നു പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആദ്യം സൈന്യം വടം കെട്ടിയാണ് അക്കരക്കരയിലെത്തി ആളുകളെ രക്ഷിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പോൾ സൈന്യം ഒരു പാലം നിർമ്മിക്കാൻ തുടങ്ങുകയാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതുമാത്രമല്ല, അക്കരെ കഴിയുമ്പോഴായിരിക്കും വീട്ടിനുള്ളിൽ അകപ്പെട്ടവരെയും പരിക്കേറ്റവരെയും ഒക്കെ കാണാൻ കഴിയുന്നത്. ഇവർക്കൊക്കെ ഇന്നലെ ഇവരെയൊക്കെ ഏകദേശം പേരെയൊക്കെ രക്ഷപ്പെടുത്തി. എന്നാൽ പല മൃതദേഹങ്ങളും രക്ഷാപ്രവർത്തകർക്ക് ഉപേക്ഷിച്ചിട്ട് രാത്രി, അതായത് വൈകുന്നേരത്തോടെ തന്നെ ഇരുട്ട് മൂടിയതോടെ ഇവർക്ക് തിരിച്ച് പോരേണ്ടി വന്നു. ഈ പ്രദേശങ്ങളിലാണ് ഇന്ന് രക്ഷാദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവർക്ക് മുന്നിൽ നടുക്കുന്ന കാഴ്ചകളൊക്കെ വരുന്നു എന്ന് തന്നെ ഇവർ പറയുന്നതാണ്. അതായത് വീട്ടിനുള്ളിൽ ചെളിയിൽ പുതഞ്ഞ് കസേരയിൽ ഇരിക്കുന്ന തരത്തിലുള്ള മൃതദേഹങ്ങൾ ഉരുൾപൊട്ടലിൽ ദുരന്തം വിതച്ച വയനാട്ടിലെ നടുക്കുന്ന കാഴ്ചയായി തന്നെ മാറുന്നു. ഇത് രക്ഷാപ്രവർത്തകരെ ഏറെ ഞെട്ടിക്കുന്ന ഒന്നായി മാറുകയാണ്. അതായത് തകർന്നടിഞ്ഞ വീടുകൾക്കുള്ളിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലും കട്ടിലിൽ കിടക്കുന്ന നിലയിലുമാണ് മൃതദേഹങ്ങൾ ഇവർക്ക് മുന്നിൽ കാണുന്നത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രദേശമൊക്കെ പൂർണ്ണമായും ഒറ്റപ്പെട്ടതോടെ രക്ഷാപ്രവർത്തകർ രാവിലെയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. തുടർന്നാണ് ഇവരുടെ കൺമുന്നിൽ ഇത്തരമൊരു കാഴ്ചകളൊക്കെ എത്തുന്നത്. ഇതൊക്കെ കരളലിയിപ്പിക്കുന്ന കാഴ്ചകളായി മാറുന്നു. ചെടിയിൽ മുങ്ങിയ ഒരു വീടിന്റെ മേൽക്കൂര തകർത്ത് കയറുകെട്ടി അകത്ത് കയറിയപ്പോഴാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് ഇവ പുറത്തെത്തിച്ചു. ചെടിയിൽ മൂടിയ മൃതദേഹങ്ങൾ, കസേരയിൽ ഇരിക്കുന്നതും കട്ടിലിൽ കിടക്കുന്നതുമായിട്ടുള്ള മൃതദേഹങ്ങൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുകയാണ്. അതായത് ചൊവ്വാഴ്ച പുലർച്ചെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഇവർ കിടക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ഒക്കെയാണ് ചെയ്തിരുന്നത്. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 175 പ്രദേശത്ത് കുടുങ്ങിക്കിടന്നവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, നൂൽപ്പുഴ ഗ്രാമങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് രാത്രി 1 മണിയോടെയാണ് നാടിനെ ദുരന്ത ഭൂമിയാക്കിയ അപകടം സംഭവിക്കുന്നത്. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഡോഗ് സ്ക്വാഡ് അടക്കം ഇപ്പോൾ രംഗത്തെത്തിക്കഴിഞ്ഞു. പോലീസിന്റെ കടാവർ സിനിഫർ നായ്ക്കളെയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താനായി എത്തിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം നടത്തുന്ന മേഖലകളിൽ പോലീസ് നായ്ക്കളെ ഉപയോഗിച്ച് തിരച്ചിൽ പുരോഗമിക്കുകയാണ്. എറണാകുളം സിറ്റി പോലീസിന്റെ ഡോഗ് സ്ക്വാഡിൽ നിന്നാണ് 2 കടാവർ നായ്ക്കളെ തിരച്ചിലിനായി എത്തിച്ചിരിക്കുന്നത്. വയനാട് ജില്ലാ പോലീസിന്റെ സ്നിഫർ ഡോഗും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. നായ്ക്കൾ നൽകുന്ന സൂചനകൾക്കനുസരിച്ചാണ് രക്ഷാപ്രവർത്തകർ പലയിടത്തും പരിശോധന നടത്തുന്നതും. മേഖലയിലേക്ക് കൂടുതൽ കടാവർ സ്നിഫർ ഡോഗുകളെ എത്തിക്കുമെന്നാണ് വിവരങ്ങൾ. അതേസമയം വടംകെട്ടി കോൺക്രീറ്റ് സ്ലാബുകളും നീക്കാൻ ശ്രമം നടത്തുകയാണ്. ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ മുണ്ടക്കൈ മേഖലയിലൊക്കെ തന്നെ കോൺക്രീറ്റ് സ്ലാബുകളും കൂറ്റൻ പാറക്കല്ലുകൾക്കുമിടയിൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാവുകയാണ്. തകർന്നടിഞ്ഞ ഒരു വീട്ടിനുള്ളിലാണ് നിലവിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. എന്നാൽ ഭീമൻ കോൺക്രീറ്റ് സ്ലാബുകൾ മുറിച്ച് മൃതദേഹം പുറത്തെടുക്കാൻ ഏറെ വെല്ലുവിളിയായിരുന്നു. കോൺക്രീറ്റ് സ്ലാബുകൾ മുറിച്ചു മാറ്റാനുള്ള യന്ത്രങ്ങളുടെ അപര്യാപ്തത കാരണം തന്നെ വടം കെട്ടിയാണ് സ്ലാബുകൾ നീക്കാൻ രക്ഷാപ്രവർത്തകർ ശ്രമം നടത്തിയത്. വടംകെട്ടി സ്ലാബുകൾ നീക്കാനുള്ള ശ്രമത്തിനിടെ 2 തവണ ഈ വടം പൊട്ടിപ്പോയിരുന്നു. അതായത് കോൺക്രീറ്റ് കട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള കൂടുതൽ സാധനങ്ങൾ ലഭ്യമാക്കണമെന്നാണ് രക്ഷാപ്രവർത്തകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരച്ചിലിനിടെ പല ശരീരഭാഗങ്ങളും രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് DNA പരിശോധനയ്ക്ക് സഹായകരമാകുമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതേപോലെ തന്നെ സൈന്യമൊക്കെ ഇപ്പോൾ പാലം നിർമ്മിക്കാനൊക്കെ ഒരുങ്ങുകയാണ്. നിലവിൽ പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ എത്തിക്കഴിഞ്ഞു. 85 അടി നീളത്തിൽ
പാലം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം സൈന്യം നിർമ്മിച്ച പാലത്തിലൂടെ രക്ഷാപ്രവർത്തനം സാധിക്കാതെ വന്നിരുന്നു. കാരണം പാലം പകുതി വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഏറെ ദുഷ്കരമായ വിധത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായൊരു പാലം അവിടെ നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാനാണ് സൈന്യവും ഇപ്പോൾ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.